कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जनवल्लभा गिरिवरधारी जय गोपी जनवल्लभा गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जनं यमुनतीरावनचारीं यमुनतीरावनचारीं जय राधा माधव जय कुंज बिहारी जय गोपी जनवल्लभा गिरिवरधारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय राधा माधव राधे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय प्रभुपादा जय प्रभुपादा जय प्रभुपादा जय प्रभुपादा എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 25ഉം 26ഉം ശ്ലോകങ്ങളാണ്. ഇന്നലെ നമ്മൾ 23ഉം 24ഉം നോക്കി. അതിന് തുടർച്ചയായിട്ട് വരുന്ന ശ്ലോകങ്ങളാണ്. സഞ്ജയൻ പറഞ്ഞു ഇന്നലെ അല്ലെ, ഭഗവാൻ അർജുനൻ പറഞ്ഞ പോലെ തന്നെ രഥത്തെ രണ്ട് സേനകളുടെയും മധ്യത്തിലായിട്ട് കൊണ്ട് നിർത്തി എന്ന് ഇന്നലെ സഞ്ജയൻ പറഞ്ഞു നടത്തുകയാണ്. നമ്മൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം തഥാ കൃഷ്ണപാദാം ലളിതാ ശ്രീ വിശാഖാനതാംശം. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരുനിധി. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരുനിധി. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരുനിധി. പദാനുപദ വിവർത്തനം. ഭീഷ്മ ദ്രോണ പ്രമുഖത, പ്രമുഖരായ
ഭീഷ്മ ദ്രോണാദികളുടെയും സർവേഷാം എല്ലാ മഹീക്ഷിതാം രാജാക്കന്മാരുടെയും മുമ്പിലായി പാർത്ഥ അല്ലയോ അർജുന സമവേതാൻ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഏതാൻ ഈ കുരൂൻ കൗരവന്മാരെ പശ്യ കണ്ടാലും ഇതി വാച ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. വിവർത്തനം: ഭീഷ്മ ദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശകരെ നോക്കൂ. ഭാവാർത്ഥം വിശ്വ പ്രഭുപാദയ്ക്ക് പരമാത്മാവെന്ന നിലയിൽ അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണൻ അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ഋഷികേശൻ എന്ന പേര് ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്ന് സൂചിപ്പിക്കുന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന സംബോധന സാരവത്താണ്. തന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനന്റെ തേരാളിപദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്ത് നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. കുരുക്കളെ നോക്കൂ എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത്? അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ? തന്റെ പിതൃ സഹോദരി പുത്രനിൽ നിന്ന് അത്തരം പെരുമാറ്റം കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുനന്റെ മനോഭാവത്തെ പറ്റി സൗഹൃദപൂർവമായ ഒരു പ്രവചനമാണിത്. ശ്ലോകം 26. തത്രാപശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനാഥ പിതാമഹൻ ആചാര്യൻ മാതുരാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീംസ്തദാൻ ശ്വശുരാൻ സുഹൃതേശ്ചൈവ സേനയോരുഭയോരപി. തത്രാപശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനാഥ പിതാമഹാൻ ആചാര്യൻ മാതുലാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃതേശ്ചൈവ സേനയോരുഭയോരപി. തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനാഥ പിതാമഹൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീം സദാ ശ്വശുരാൻ സുഹൃതേശ്ചൈവ സേനയോരുഭയോരപി. പദാനുപദ വിവർത്തനം: അഥ പിന്നെ, പാർത്ഥ അർജുനൻ, തത്ര അവിടെ, ഉഭയോ സേനയോ അപി രണ്ട് സൈന്യങ്ങളിലും സ്ഥിതാൻ നിൽക്കുന്ന പിതാക്കളെയും പിതാമഹന്മാരെയും ആചാര്യാൻ ഗുരുക്കന്മാരെയും മാതുരാൻ അമ്മാവന്മാരെയും ഭ്രാതൃൻ സഹോദരങ്ങളെയും പുത്രൻ പുത്രന്മാരെയും പൗത്രന്മാരെയും സ്നേഹിതരെയും തഥാ അപ്രകാരം തന്നെ ശ്വശുരന്മാരെയും സുഹൃത ച സുഹൃത്തുക്കളെയും അപശ്യത് കണ്ടു. വിവർത്തനം: ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുരന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദയ്ക്ക് എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കണ്ടു. സ്വപിതാവിന്റെ സമവയസ്കരായ ഭൂരിശ്രവസ്നെ പോലുള്ളവർ, ഭീഷ്മനെയും സോമദത്തനെയും പോലുള്ള മുത്തച്ഛന്മാർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, ശല്യശകുനകളെ പോലുള്ള മാതുലന്മാർ, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥാമ തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമ്മനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തന്റെ അനേകം സുഹൃത്തുക്കളെയും സൈന്യനിരകൾ അർജുനൻ കണ്ടു. 25ാമത് ശ്ലോകം നോക്കാം. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിധി. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശകരെ നോക്കൂ. ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, ഭഗവാൻ ഇവിടെ എന്തുകൊണ്ടാണ് തൊട്ടു മുമ്പ് ഋഷികേശ എന്ന് പറഞ്ഞു. നേരത്തെ പറയുന്നത് തുടർച്ച തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഭഗവാന് അനന്തകോടി നാമങ്ങളുണ്ട്. ഭഗവാന് ഗുണനാമങ്ങൾ, ലീലാനാമങ്ങൾ, അങ്ങനെ ഒരുപാട് നാമങ്ങൾ ഭഗവാന് പലതരത്തിലുണ്ട്. അപ്പോ അതിലിവിടെ പ്രത്യേകിച്ചും ഋഷികേശ എന്ന് ഉപയോഗിച്ച എന്തിനാണ് നമ്മൾ പറഞ്ഞു ഇന്നലെ. ഋഷിക എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങൾ, ഋഷിക ഈശ എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളുടെ നാഥൻ. നമുക്കറിയാന്നുള്ളത് 10 ഇന്ദ്രിയങ്ങളാണ് അല്ലെ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. ഇതല്ലാതെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയം കൂടെയുണ്ട്. ആണ് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നത്, ടോപ്പിലെ ഉള്ളത് ഈ മനസ്സാണ്.
അല്ലെ? മനസ്സാണ് മറ്റിന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, അല്ലെ? അപ്പോ ഈ മനസ്സുൾപ്പെടുന്ന ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നിയന്താവാണ്, അല്ലെങ്കിൽ അതിന്റെ മാസ്റ്റർ, അല്ലെങ്കിൽ ഒരു യജമാനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഋഷികേശൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഋഷികേശൻ എന്ന് പറയുന്ന പേരുടെ നാമം പറയാൻ കാരണം, ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലും വസിക്കുന്ന പരമാത്മ സ്വരൂപനാണ്, പരമാത്മാവാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനായതുകൊണ്ടും പരമാത്മായതുകൊണ്ടും ഭഗവാന് എല്ലാ ജീവരാശികളുടെയും ഉള്ളിൽ നടക്കുന്ന ചിന്തകളും മനോവികാരങ്ങളും എല്ലാം ഭഗവാൻ മനസ്സിലാക്കും. എത്ര നമ്മൾ ഒളിച്ചു വെച്ചാലും മറ്റുള്ള വ്യക്തികളെ നമുക്ക് പറ്റിക്കാം, മറ്റുള്ള വ്യക്തികളെ നമുക്ക് പറഞ്ഞു പറ്റിക്കാം, അല്ലെങ്കിൽ അല്ലെ നമ്മൾ പറയാം, കുറച്ച് ആൾക്കാരെ കുറെ കാലവും കുറെ ആളുകളെ കുറച്ചു കാലവും പറ്റിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറ്റിച്ച് നടക്കാന്നല്ലാതെ, പരമപുരുഷനുള്ള ഭഗവാൻ നമ്മുടെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് ഭഗവാൻ വേറെടുത്ത് പറയുന്നു. ഭാവഗ്രാഹി, ഓരോ ജീവരാശികളുടെയും ഭാവം, ചിന്തകള് എല്ലാം, മനോവികാരങ്ങളെല്ലാം അതേപടി അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ പരമാത്മാവ്. നമ്മൾ ഈ മഹാഭാരതം സീരിയലിൽ കണ്ടിടാം, അന്തര്യാമി ഹേ അന്തര്യാമി എന്നൊക്കെ ഭഗവാനെ പറയുന്നത് അതുകൊണ്ടാണ്. ശ്രീകൃഷ്ണ പരമാത്മ, കൃഷ്ണനെ മാത്രമേ പരമാത്മ എന്ന് പറയാറുള്ളൂ. വേറെ ഒരു ദേവന്മാരെയോ ഒന്നും നമ്മൾ ഒരിക്കലും പരമാത്മ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ കൃഷ്ണൻ മാത്രമാണ് പരമാത്മാവ്. ആ പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, ആ ഋഷികേശനായിട്ടുള്ള ഭഗവാൻ ഈ അർജുനന്റെ മനോവികാരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അർജുനൻ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യും, എല്ലാം ഭഗവാൻ അറിയാം. എങ്കിലും ഭഗവാൻ ലീലാ മാത്രമായിട്ടാണ് അർജുനൻ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അർജുനൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഭഗവാന്റെ കൂടെ തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു ഭഗവാന്റെ ഒരു പാർഷദനാണ്, ഒരു സന്തത സഹചാരിയാണ് ഭഗവാന്റെ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ നമ്മളെ പോലൊരു പതിതാത്മാവോ അല്ലെങ്കിൽ ഒരു ബദ്ധജീവാത്മാവല്ല അർജുനൻ. എന്നിട്ടും ഈ അർജുനനെ കൊണ്ട് എന്തുകൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നു വെച്ചാൽ, ഭഗവാന്റെ ഉദ്ദേശം അവിടെ ഈ ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഇവരെയൊക്കെ ഈ പറയുന്ന ആസുര ജന്മങ്ങളെ നശിപ്പിക്കുകയും ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയും ശ്രീമദ് ഭഗവത്ഗീത എന്നുള്ള വിശിഷ്ടമായിട്ടുള്ള ജ്ഞാനം വീണ്ടും പകർന്നു കൊടുക്കുകയും, ഭഗവാൻ മുമ്പൊരിക്കൽ ദിവസം പറഞ്ഞു കൊടുത്തു ഇത്, അല്ലെ? യുഗങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തു എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അല്ലെ? ആദ്യം തുടക്കത്തിൽ ഇവിടെ പറയുന്നുണ്ട്, അടുത്ത ഇതിൽ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞു കൊടുത്തതാണ്. അർജുനൻ ആകെ കൺഫ്യൂഷൻ ആണല്ലോ, അപ്പൊ പറയാണ്, ആശയക്കുഴപ്പത്തിലാണ്. പറയാണ്, അർജുന ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്, ഞാൻ യുഗങ്ങൾക്ക് മുമ്പ് ഞാനിത് സൂര്യദേവന്റെ വിവസാനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇമാം വിവസതേ യോഗം പ്രോക്താവാനഹമപ്യം, അല്ലെ? ഇപ്പൊ കാലപ്രവാഹത്തിൽ ഈ ഞാൻ നഷ്ടപ്പെട്ടു പോയി. ജ്ഞാനം നഷ്ടപ്പെട്ടത് കാരണം ഞാൻ വീണ്ടും നിന്നിലൂടെ ഇത് പറഞ്ഞു തരികയാണ്. അപ്പൊ അങ്ങോട്ട് അതിനുവേണ്ടി ഒരു എന്താ പറയാ, എല്ലാം അറിയുന്ന സർവജ്ഞനായിട്ടുള്ള ആ ഭഗവാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെ? ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഈ ഗീത ഉപദേശിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടെ ഭഗവാൻ ശരിക്കും അർജുനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഈ സേനയുടെ അല്ലെങ്കിൽ കൃഷ്ണനെ പറഞ്ഞു മാറ്റാം, അങ്ങനെ അവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വേണ്ടി മാറ്റാം. പക്ഷെ ഭഗവാൻ അർജുനൻ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മുമ്പിൽ കൊണ്ടുവന്ന് ഈ പ്രിയപ്പെട്ടവരെ കണ്ട് അർജുന ആശയക്കുഴപ്പത്തിലായി. ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ ഭഗവാന് ഈ ഒരു ഗീതാജ്ഞാന തത്വം ഉപദേശിക്കാൻ പറ്റും. ഭഗവാൻ അർജുന വേണ്ടി മാത്രമല്ല, സമസ്ത ഇനി വരാനിരിക്കുന്ന, അതിനുശേഷം വരാനിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ മനുഷ്യന്മാർക്കും അല്ലെങ്കിൽ ജീവരാശികൾക്കും വേണ്ടിയാണ്, ഉദ്ധാരണത്തിന് വേണ്ടിയാണ് ഭഗവാൻ ഈ ഗീത ഉപദേശിക്കുന്നത്, അർജുന വേണ്ടി മാത്രമല്ല. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ അർജുനന് മനസ്സിലാവുകയുള്ളൂ. അർജുനോട് ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അർജുനനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അർജുന ഉപദേശം കൊടുക്കാം. ഹരേ കൃഷ്ണ. അങ്ങനെ അർജുനനെ ആ ഒരു സിറ്റുവേഷനിൽ അർജുന ഉപദേശം കൊടുക്കാം. കാരണം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മള് സന്തോഷത്തിലും സമാധാനത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക, അല്ലെങ്കിൽ ഗീത പഠിക്കുക, അല്ലെങ്കിൽ ഈശ്വര തത്വങ്ങൾ പറയാൻ നമ്മൾ പലരും, നമ്മൾ വെച്ചാൽ പൊതുജനങ്ങൾ ഒരിക്കലും അത് ചെയ്യാറില്ല. എല്ലാ ആൾക്കാരും നമുക്കറിയാം, ഈ അമ്പലങ്ങളിൽ വരുന്നവരെല്ലാവരും എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട്, അല്ലെ? കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലേ, അർത്ഥാർത്ഥി, ജ്ഞാനി, ആർത്ത, അവിഷണ്ണ, ഇങ്ങനെയുള്ള ആൾക്കാര്, ആർത്തന്മാര്, ദുഃഖിതര്, പ്രശ്നങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് പ്രധാനമായിട്ടും. അല്ലാതെ പൊതുവെ സന്തോഷ സമാധാനമായിട്ടിരിക്കുന്ന ആൾക്കാരൊന്നും പൊതുവെ കുറവാണ് ഭഗവാനെ തേടി വരുന്നത്. അല്ല, അത്രയും ജ്ഞാനികളും മുമുക്ഷുക്കളുള്ള ആൾക്കാർ മാത്രമേ അല്ലാതെ ഭഗവാൻ എടുത്തത്. അല്ലാതെ ഭൂരിഭാഗം ആൾക്കാരും വരുന്നത് എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് അതിന് രക്ഷപ്പെടാനും മനസ്സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് ഭഗവാനെ തേടി വരുന്നത്.
അമ്പലങ്ങളിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ. അല്ലാത്തത് വളരെ ചുരുക്കം ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അർജുനൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയ ശേഷം മാത്രമാണ് കൃഷ്ണൻ ഇത് ഉപദേശിക്കല്. അർജുനൻ ഇത് ശരിയാവണ്ണം മനസ്സിലാക്കി എടുക്കുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്, സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇതില് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാം. ഭീഷ്മദ്രോണ പ്രമുഖത. എന്തുകൊണ്ടാണ് ഭീഷ്മരെ ദ്രോണരുടെ അടുത്തേക്ക് നിർത്തി അല്ലെങ്കിൽ ഈ പേരെടുത്ത് പറയുന്നത് വെച്ചാല് അർജുനന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. ഭീഷ്മപിതാമഹൻ അല്ലെ, അച്ഛൻ നഷ്ടപ്പെട്ട ഈ 5 കുട്ടികളെയും വളരെ ഒരു പക്ഷിയുടെ ചിറകിന്റെ അടിയിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ എങ്ങനെ സംരക്ഷിച്ച് വളർത്തുന്നോ അതുപോലെയാണ് ഭീഷ്മപിതാമഹൻ ഈ 5 കുട്ടികളെ വളർത്തിയെടുത്തത്. ഒരു അപകടം പറ്റാതെ അവരെ നമ്മൾ പറയും പോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇരുന്ന് ഒരു അപകടം പറ്റാതെ ഉറക്കവിളച്ചിരുന്ന് അങ്ങനെ വളർത്തിയെടുത്ത കുട്ടികളാണ് ഇവര്. ഭീഷ്മരുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്ന കുട്ടികളാണ് ഇവര്, ഈ പാണ്ഡവരെല്ലാം. അപ്പോ അച്ഛനെക്കാളും അച്ഛന്റെ സ്നേഹം കൊടുത്ത് വളർത്തിയ ആ ഒരു പിതാമഹനോട്, മുത്തച്ഛനോട് അർജുനന് പ്രത്യേകിച്ച് ഒരു സ്നേഹം കൂടുതലാണ്. ദ്രോണർക്കും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ സ്നേഹം കൂടുതലാണ്. അർജുനനും ദ്രോണരോട് സ്നേഹം കൂടുതലാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇവരെ കാണുമ്പോൾ തന്നെ അർജുനൻ പെട്ടെന്നൊന്ന് വീണു പോവും എന്ന് ഭഗവാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ആൾക്കാരുടെ പേരെടുത്ത് പ്രത്യേകം പറയാൻ കാരണം അതിനകത്ത്, ഈ 2 പേരുടെ. അത് കഴിയുമ്പോ പാർത്ഥൻ, അർജുനനും 10ഓളം പേരുകൾ നമ്മൾ സാധാരണ പറയും അല്ലെ, ഈ പേടി മാറാനായിട്ട് അർജുന 10 എന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നാടൻ പ്രദേശങ്ങളിൽ പറയാറുണ്ട് അർജുന 10. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി എന്ന് പറഞ്ഞിട്ട് നമ്മള് 10 പേരുകൾ പറയാറുണ്ട് അല്ലെ. അർജുനന് 10 പേരുകളാണ്. അപ്പോ ഈ പേരുകളിൽ അർജുനൻ നേരിട്ട് വിളിച്ച പോലെ ഭഗവാൻ, പക്ഷെ അവിടെ എന്താണ് പാർത്ഥ എന്ന് പേര് പറയാൻ കാരണം എന്താണ്? ഭഗവാൻ ഇങ്ങനെ പാർത്ഥ എന്ന് വിളിച്ചു പറയാൻ കാരണം പൃഥയുടെ മകനാണ്. പൃഥ എന്ന് പറഞ്ഞാൽ ആരാണ്? അർജുനന്റെ മാതാവായിട്ടുള്ള കുന്തിദേവി. കുന്തിദേവിയുടെ യഥാർത്ഥ പേര് പൃഥ എന്നായിരുന്നു. എങ്ങനെയാണ് കുന്തിയായി മാറുന്നത് എന്ന് വെച്ചാല് കൃഷ്ണന്റെ പിതാവായിട്ടുള്ള വസുദേവര്, അതായത് ശൂരസേന മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള വസുദേവർക്ക് ഒരു സഹോദരി, ശൂരസേനന്റെ മകളായിട്ടുള്ള ഒരു സഹോദരി, അതാണ് പൃഥ. അപ്പോ വസുദേവരും പൃഥയും സഹോദരങ്ങളാണ്. ശൂരസേന മഹാരാജാവിന്റെ, വിഷ്ണുവംശത്തിലെ ശൂരസേന മഹാരാജാവിന്റെ മക്കളാണ് ഇവർ 2 പേരും. അപ്പോ ഈ ശൂരസേന മഹാരാജാവിന്റെ സഹോദരിയുടെ മകനാണ് കുന്തിഭോജൻ. ഈ മഹാഭാരതത്തിലെ പേരുകളും മഹാഭാരതം വലിയൊരു അതിബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്, ഇതിഹാസമാണ്. അതിൽ കഥകളും ഉപകഥകളും പേരുകളും നമുക്ക് തന്നെ പെട്ടെന്ന് ഓർത്തിരിക്കാനും പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ബലപ്പെട്ട മുത്തുകളാണ് ഇതൊക്കെ, ഈ ഇതിഹാസവും പുരാണങ്ങളൊക്കെ. അത് കുറച്ച് മനസ്സിലാക്കി ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോ ഈ കുന്തിഭോജന് മക്കളില്ലാത്ത കാരണം അന്ന് കാലത്തും ഈ അനന്തരാവകാശം ഇല്ലാണ്ട് വന്നാല് ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത രാജകുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള രാജകുടുംബത്തിൽ നിന്നൊക്കെ കുട്ടികളെ ദത്തെടുക്കാറുണ്ടായിരുന്നു. ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പൂർണ്ണമായിട്ടും ആ വന്നു കയറുന്ന കുടുംബത്തിലെ അംഗമായിട്ട് മാറും. പിന്നെ മറ്റ് പഴയ കുടുംബമായിട്ട് ഒരു ബന്ധമോ അവരുടെ ടൈറ്റിൽസോ അവരുടെ സർനെയിംസോ ഒന്നും അവർ അങ്ങനെ ഉപയോഗിക്കാറില്ല. എല്ലാം വന്നു കയറുന്ന ഫാമിലിയിലാണ്. ഒരു ചടങ്ങുകളിൽ കൂടെയാണ് ബന്ധം ഒക്കെ മുറിച്ച് ഈ പുതിയ കുടുംബത്തിലേക്ക് ചേർക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് ഒരുപാട്. നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ രാജവംശത്തിലും അങ്ങനെയൊക്കെ ഓരോ ദത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടോ? പടിയും പടിയേറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചടങ്ങുകൾ, അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ പണ്ട് കാലത്ത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ ഒരാളെ പുതുതായിട്ട് നമ്മുടെ ആ ഫാമിലി ചേർക്കും അവർ. അങ്ങനെ അന്ന് മുതലാണ് ഈ കുന്തി ദേവി ആ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. വൃദ്ധ എന്നുള്ള ആ എന്താ പറയാ ശൂരസേനന്റെ മകളായിട്ടുള്ള പ്രഥ അന്ന് മുതൽ കുന്തിഭോജൻ എന്ന് പറയുന്ന രാജ്യത്ത്, ആ രാജ്യത്തിലുള്ള രാജകുമാരിയായിട്ട് മാറി. അങ്ങനെ കുന്തിഭോജന്റെ മകളായതുകൊണ്ട് ദേവി ആ കുന്തിമാതാവ് ആ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അപ്പൊ എങ്കിലും കൃഷ്ണനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അല്ലെ. കൃഷ്ണന്റെ ആരാണ്? അമ്മായിയാണ് അല്ലെ, അച്ഛന്റെ സഹോദരിയാണ്. അപ്പൊ ആ ഒരു ഇത്രയും വലിയൊരു മഹത്തരമായിട്ടുള്ള
ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച അർജുന, നീ ഇങ്ങനെ വിഷണനാകരുത്, നീ യുദ്ധം ചെയ്യണം എന്ന് വീണ്ടും ഭഗവാൻ എന്താ പറയാ ദ്യോതിപ്പിക്കുകയാണ് അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ പറയാണ്, അർജുന നീ ക്ഷത്രിയനാണ്, നിന്റെ കുടുംബ മഹിമ ഇതാണ്. നമ്മൾ പറയാറുണ്ടല്ലേ ചിലപ്പോൾ മക്കളൊക്കെ പറയണ്ടേ, നീ ജനിച്ച നീ കുടുംബത്തിന്റെ മാനം കാക്കണം, നിന്റെ കുടുംബം നിന്റെ കുടുംബം എങ്ങനെയാണ്, നിന്റെ അപ്പൂപ്പൻ ഇങ്ങനെയായിരുന്നു, നിന്റെ അച്ഛൻ എങ്ങനെയാണ്, നമ്മുടെ കുടുംബം ഇങ്ങനെയാണ് അങ്ങനെയാണ്, പണ്ട് പട്ടും പളയും കിട്ടില്ല കുടുംബം, അങ്ങനെയൊക്കെ നമ്മൾ വലിയ ഇതായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്, കുടുംബത്തിന്റെ മാനം കളയലേ അർജുന എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ പറയാണ്. കാരണം കൃഷ്ണന്റെ അച്ഛൻ എന്ന് പറയുന്ന വസുദേവര്, അതായത് ഇദ്ദേഹത്തിന്റെ അമ്മാവൻ, അർജുനന്റെ അമ്മാവൻ അല്ലെ, അർജുനന്റെ മാതൃസഹോദരനാണല്ലോ വസുദേവര്. വസുദേവരുടെ പേര് ആനകദുന്ദുഭി എന്നാണ് യഥാർത്ഥ പേര്. അല്ല, യഥാർത്ഥ പേര് വസുദേവരാണ്, പക്ഷെ അദ്ദേഹം ആനകദുന്ദുഭി എന്നൊരു പേരൂടെ ഉണ്ട്. കാരണം അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അത്രയും ശക്തനായിട്ടുള്ള സ്പെഷ്യൽ ഒരു അല്ലെ, ഭഗവാന്റെ തന്നെ പിതാവാനായിട്ട് ജനിക്കുന്ന ആളാണ്. അപ്പൊ അത്രയും മഹാനായിട്ടുള്ള വ്യക്തി ജനിക്കുമ്പോൾ വലിയൊരു യോദ്ധാവൊക്കെ ആയിരുന്നു, ശക്തനായിട്ടുള്ള യോദ്ധാവൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ജനിക്കുമ്പോൾ ദേവന്മാര് പെരുമ്പറ മുഴക്കും എന്നാണ് പറയുന്നത്, മുകളിൽ ആകാശത്ത് നിന്ന് പെരുമ്പറ മുഴക്കും. ദുന്ദുഭി എന്ന് വെച്ചാൽ പെരുമ്പറ എന്നാണ്. അപ്പൊ ആനക ദുന്ദുഭി എന്നൊരു പേര് കൂടെ വസുദേവർക്കുണ്ട്. അപ്പൊ ശൂരസേന മഹാരാജാവ്, അദ്ദേഹത്തിന്റെ സഹോദരൻ ഉഗ്രസേന മഹാരാജാവ്, ഇവരെല്ലാവരും അതിശക്തന്മാരായിട്ടുള്ള ക്ഷത്രിയ വീരന്മാരായിരുന്നു. ഉഗ്രസേനന്റെ മകനാണ് കംസൻ. കംസനും വലിയൊരു പോരാളിയൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം തെറ്റിപ്പോയത് ഭഗവാനെ വിരോധം കാണിച്ചു എന്നാണ്. ഭഗവാനെ അംഗീകരിക്കാതെ ബാക്കിയെല്ലാം ചെയ്തു. പക്ഷെ അതാണ് ഏതൊരു ജീവാത്മാവായാലും വ്യക്തിയായാലും ഭഗവാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആളുടെ എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും അയാൾ വെറും ഒരു പൂജ്യമായിട്ട് മാറുന്ന ഉദാഹരണമാണ് രാവണനും കംസനും ഒക്കെ. അതിന്റെ പേരിൽ വേറെ ലീലാമാത്രമായിട്ടുള്ള കഥകൾ ചരിത്രങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രത്യക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തി ഭഗവാനെ ജീവിതത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം സർവനാശത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതിന് തെളിവാണ് ഈ കഥാപാത്രങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ. അപ്പോ ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ്, നിനക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് അർജുന എന്നാണ് ആ അർജുന എന്നുള്ള പേര് ഉപയോഗിക്കാതെ പാർത്ഥ, ഹൃദയുടെ മകനെ, നീ ശാസ്ത്രാണിയായിട്ടുള്ള ശസ്ത്ര വീര്യമുള്ള ആ ക്ഷത്രിയ വനിതയുടെ മകനായിട്ടുള്ള നീ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്, നീ ആ കുടുംബത്തിന്റെ മാനം കാക്കണം, വെറുതെ പേടിച്ചോടരുതെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും അപ്പൊ ആ ഒരു പേരിന് അവിടെ ഇത്രയും പ്രസക്തി ഉണ്ട് എന്നാണ് പ്രഭുപാദ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അർജുനന്റെ മനോഭാവത്തെ പറ്റി സൗഹൃദപരമായ ഒരു പ്രവചനമാണ്. ഭഗവാൻ അറിയാം അർജുനൻ എന്താണ് ചിന്തിക്കാൻ പോണെന്നും എന്താണ് സംഭവിക്കുന്നത് എല്ലാം ഭഗവാൻ അറിയാം. ഭഗവാൻ എല്ലാം ആൾറെഡി സെറ്റ് വെച്ചിട്ടുണ്ട്. അടുത്ത ശ്ലോകത്തില് കുറെ മഹാന്മാരെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് കഥകൾ കൂടെ പോവാം. കുറച്ച് കുഞ്ഞു കുഞ്ഞു കഥകൾ എന്ന് പറഞ്ഞാൽ ചരിത്രം അല്ലെ, ഇതിഹാസം. രാമായണവും മഹാഭാരതവും ഇതിഹാസം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിഹാസം എന്ന് വെച്ചാൽ സംസ്കൃതത്തില് ഇഹ ആസീത്, ഇങ്ങനെ ഇവിടെ ആസീത് പണ്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇതൊന്നും വെറും കഥകളല്ല. പണ്ട് ഈ ഭാരതഭൂമിയിൽ, ഈ ദേശത്ത്, ഈ ഭൂമിയിൽ നടന്ന സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞുകൊണ്ട് അതിന് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുള്ളൂ. ഈ പല വ്യക്തിത്വങ്ങളെ പറ്റി നമ്മളിപ്പോ നമുക്കറിയാം, കുട്ടികളോട് നമ്മളൊരു 25 വർഷം മുമ്പ്, ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മളൊരു 30 വർഷം മുമ്പ് 25 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു, നമ്മളുടെ നാട്ടിൽ എന്താ പറയാ, ടി വി, ഒരു എക്സാമ്പിൾ പറയാം, ഈ ടി വി കാണാൻ നമ്മളൊക്കെ പല വീടുകളിലും, ഒരു ഏരിയയിൽ ഒരു 100 വീടുള്ള ഏരിയയിൽ ഒരു വീട്ടിൽ ടി വി ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടെ ചെന്നൊരു സ്ഥലത്തിരുന്നാണ് നമ്മൾ ടി വി കണ്ടുകൊണ്ടിരുന്നത്. ആഴ്ചയിൽ ഒരു സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അത് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞ് വിശ്വസിക്കുക വരും. ഇപ്പൊ നമ്മൾ പണ്ട് തന്നെ ഫോൺ വന്ന സമയത്ത് ഫോൺ വിളിച്ചാലും ഫോൺ എടുത്താലും ഒക്കെ പൈസയാണ് അല്ലെ. ഒരു SMS ഇത്രയാണ് പൈസ, അങ്ങനെയൊക്കെ അല്ലെ. ഒരു കോളിന് എത്രയോ രൂപയായിരുന്നു, 10 രൂപ 20 രൂപയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്, ഒരു മിനിറ്റിനൊക്കെ. അപ്പോ അതൊക്കെ നമ്മൾ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർ വെറും ഇതൊക്കെ വെറും കഥയാണെന്ന് പറയും. വെറും 20 വർഷം മുമ്പുള്ള കഥയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ അവരിത് കഥയാണ്, വെറുതെ പറയില്ലെന്ന് പറയും കുട്ടികൾ അല്ലെ, വിശ്വസിക്കില്ല അവർ. അതുപോലെ ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം ആയതുകൊണ്ട് അന്നുണ്ടായിരുന്ന ആ ഒരു അത്ഭുത കാര്യങ്ങളും ഇന്നത്തെ ആൾക്കാർക്ക്, ഇന്നത്തെ ഒരു ജീവിത സാഹചര്യവും സംസ്കാരവും അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയും ഒക്കെ വ്യത്യസ്തമായിട്ട് അവർക്ക് ഒരിക്കലും അതിനോട് ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് പറയും, ഇതൊന്നുമില്ല, ഇതൊക്കെ വെറും കഥയാണ്. പക്ഷെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹ ആസീത്, മുമ്പ് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ആ ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം. ഇഹ ആസീത് എന്ന വാക്കിൽ നിന്നാണ് ഇതിഹാസം ഉണ്ടായത്. ഇങ്ങനെ ഇവിടെ ആസീത് ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതാണ് ഈ ഇതിഹാസം. അപ്പൊ ഈ മഹാഭാരതം ഇവിടെ തന്നെ നടന്ന
ചരിത്ര സംഭവം തന്നെയാണ്. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് പല ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ഒരു മനസ്സിന്റെ ഒരു വലിപ്പം അവർക്ക് അനുവദിക്കുന്നില്ല. അതാണ് സത്യം. അപ്പോ ഇവിടെ ഈ ഭൂരിശ്രവസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറ്റി അടുത്ത ഇതിൽ പറയുന്നുണ്ട് അല്ലെ. എല്ലാ ബന്ധുക്കളും അർജുനും ആരാണ്? പിതാവിന്റെ സമവയസ്കനായിട്ടുള്ള പിതൃതുല്യരായിട്ടുള്ള ഭൂരിശ്രവസിനെ കാണുന്നുണ്ട്. മുത്തശ്ശന്മാരായിട്ടുള്ള ഭീഷ്മരെയും സോമദത്തിനെയും കാണുന്നുണ്ടെന്ന് പറയുന്നത്. ഇവരെ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂരിശ്രവസ് എന്ന് പറയുന്നത് ബഹ്ലിക എന്നൊരു രാജ്യത്തിലെ രാജകുമാരാണ്. ആ രാജാവിന്റെ ബഹ്ലികൻ, അച്ഛന്റെ പേര് ബഹ്ലികൻ എന്നാണ്. ബഹ്ലികന്റെ കൊച്ചുമകനാണ് ഈ ഭൂരിശ്രവസ്. അപ്പൊ ബഹ്ലികന്റെ മകനാണ് സോമദത്തൻ. ഈ ഭൂരിശ്രവസിന് സോമദത്തി എന്നൊരു പേരും നമ്മൾ തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ കണ്ടായിരുന്നു. കുറച്ചു മുമ്പുള്ള ശ്ലോകത്തിൽ ഈ അദ്ദേഹത്തിന് സോമദത്തി എന്ന് പറയുന്നത് സോമദത്തന്റെ പുത്രനെയാണ്. അപ്പൊ സോമദത്തന്റെ പുത്രൻ ആരാണ്? ഭൂരിശ്രവസ്. അപ്പൊ സോമദത്തന്റെ പിതാവാണ് ഈ ബഹ്ലികൻ. അപ്പൊ ബഹ്ലിക രാജ്യത്തിലെ ബഹ്ലിക രാജാവിന്റെ കൊച്ചുമകനാണ് സോമദത്തൻ എന്നുള്ള മകനാണ് ഭൂരിശ്രവസ്. ഈ ഭൂരിശ്രവസും ഇവരൊരു വലിയൊരു മഹാരഥിയായിട്ട് വലിയൊരു യുദ്ധത്തിന്റെ മഹാസൈനികനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയ വലിയൊരു ക്ഷത്രവീരനാണ് വീരനാണ് ഈ ഭൂരിശ്രവസ്. ഇവർ തമ്മിലൊരു വസുദേവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു സംഭവം ഇതിനകത്ത് പറയുന്നുണ്ട് മഹാഭാരതത്തില്. അതായത് സിനി എന്ന് പറയുന്ന ഒരു രാജകുമാരൻ, സിനി, നമ്മളിപ്പോ പെൺകുട്ടികളുടെ പേരാണ് സിനി, പക്ഷെ സിനി എന്നൊരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ വസുദേവരുടെ സുഹൃത്തായിരുന്നു. വിഷ്ണു വംശത്തിലെ ഒരു യോദ്ധാവൊക്കെ ആയിരുന്നു. സിനി രാജകുമാരനും സോമദത്തനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി, യുദ്ധം ഉണ്ടായി. എന്തിന്റെ പേരിലെന്ന് വെച്ചാല് വസുദേവർക്ക് വേണ്ടിയിട്ട് ദേവകിയുടെ സ്വയംവരത്തിന് ആ സമയത്ത് ഇദ്ദേഹം വസുദേവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആളാണ്. അപ്പൊ വസുദേവർക്ക് വേണ്ടിയിട്ട് സോമദത്തയായിട്ട് പലതവണ വഴക്കുണ്ടായ യുദ്ധത്തിൽ അവസാനിച്ചു. യുദ്ധത്തിലൊന്ന് ചെന്നെത്തിയത് ആ സംഭവം. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ദേവകി മാതാവിനെ വസുദേവർക്ക് തന്നെ കിട്ടും. പക്ഷെ ഈ യുദ്ധത്തിൽ സിനി എന്ത് ചെയ്യുന്നു വെച്ചാല് സോമദത്തനെ യുദ്ധത്തിൽ തോപ്പിച്ച് അടിച്ച് മുടിയിൽ പിടിച്ച് വലിച്ച്, അന്നൊക്കെ രാജാക്കന്മാർക്ക് വലിയ മുടിവിശികയൊക്കെ ഉണ്ടല്ലോ, കുടുമിയൊക്കെ, മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ദേഹത്ത് ചവിട്ടും, കാലുകൊണ്ട് ചവിട്ടും. ഈ ചവിട്ടുന്നത് വളരെ ഇൻസൾട്ട് ആണല്ലോ, നമ്മൾ ആരെയും കാലുകൊണ്ട് ചവിട്ടാൻ പാടില്ലല്ലോ, അതൊരു അവമാനിക്കുന്നത് തുല്യമാണല്ലോ. അപ്പൊ അങ്ങനെ കാല് കൊണ്ട് മെതിക്കുമ്പോ അദ്ദേഹത്തിന് ഭയങ്കര ഇൻസൾട്ടാവും, അപമാനവും അങ്ങനെ. പക്ഷെ കൊല്ലില്ല. ഒരു ക്ഷത്രിയന് മരണമാണ് ഏറ്റവും ഉത്തമം ക്ഷത്രിയനെ സംബന്ധിച്ചു. പക്ഷെ ഇതിനെ അധിക്ഷേപിച്ചു വിടുന്ന ഒരു ക്ഷത്രിയന് ഒരിക്കലും ക്ഷത്രിയന്മാര് കുറച്ച് കൂടുതൽ ഈഗോയിസ്റ്റിക്കും, കുറച്ച് അവർക്ക് ഒരു എന്താ പറയാ മാനാഭിമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ക്ഷത്രിയ. അതാണ് വീര്യം, ക്ഷത്രിയന്റെ ആ ഒരു ക്വാളിറ്റി രജോഗുണനാണല്ലോ അല്ലെ, കൂടുതലായിട്ട് രജോഗുണം കൂടുതലുള്ള ആളാണ് ക്ഷത്രിയന്മാരെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് പറഞ്ഞിട്ടുള്ള ഈ യുദ്ധവും കൊലയും ഒക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ള അവരുടെ ധർമ്മങ്ങളിൽ പെട്ടതാണ്. പക്ഷെ ഇങ്ങനെ അവമാനം അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരും കൂടിയാണ് ഈ ക്ഷത്രിയന്മാര്. അപ്പൊ സോമദത്തൻ എന്ത് ചെയ്യുന്ന വെച്ചാല് പോയിട്ട് ശിവനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്യും. ശിവനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി വരം മേടിക്കും. ഈ ഭൂരിശ്രവസിനെ കൊല്ലാൻ പാകത്തിനുള്ള ശക്തിയുള്ള ഒരു മകനെ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തപസ്സനുഷ്ഠിക്കും. അങ്ങനെ ശിവൻ അദ്ദേഹത്തിന്റെ തപസ്സിൽ സംപ്രീതനായിട്ട് ഒരു പുത്രനെ കൊടുക്കും. പുത്രൻ കിട്ടാനായിട്ട് അനുഗ്രഹം കൊടുക്കും. ആ പുത്രനാണ് ഈ ഭൂരിശ്രവസ്. അങ്ങനെ ശിവൻ മഹാദേവന്റെ ഈ അനുഗ്രഹം കാരണം ഭൂരിശ്രവസ് അതിശക്തനായിട്ടുള്ള ഒരു യോദ്ധാവായിട്ട് മാറും, ക്ഷത്രിയ വീരനായിട്ട് മാറി യോദ്ധാവായിട്ട് മാറും. ഈ മഹാഭാരത യുദ്ധത്തില് ഭൂരിശ്രവസ് തന്റെ പ്രതികാരം വീട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന് കിട്ടിയ അപമാനം എങ്ങനെയാണ് പ്രതികാരം ചെയ്യുന്നത്. സാത്വികി എന്ന് പറഞ്ഞൊരു യാദവ വീരനുണ്ടായിരുന്നു, രാജകുമാരനാണ് അദ്ദേഹം, രാജാവായിരുന്നു അദ്ദേഹം. ആ സാത്വികി അറിയാലോ, ഈ സാത്വികിയെ രഥത്തിൽ വന്ന് ചവിട്ടും. അച്ഛന്റെ ചവിട്ടിയ അവസരം അത് കൊല്ലപ്പെടും അദ്ദേഹം, പിന്നെ സാത്വികി. അപ്പൊ ഈ സാത്വികിയെ ഈ സിനിയുടെ പൗത്രനാണല്ലോ സാത്വികി. ഈ സിനിയാണ് സോമദത്തനെ ചവിട്ടുന്നത്. അപ്പൊ ആ ഒരു പ്രതികാരം തീർക്കാനായിട്ട് ഈ ഭൂരിശ്രവസ് സിനിയുടെ പൗത്രനായിട്ടുള്ള സാത്വികിയെ ചവിട്ടി അവമാനിക്കും.
ഇതാണൊരു സ്റ്റോറി. പിന്നീട് ഇവര് യുദ്ധത്തിൽ മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു മഹത് വ്യക്തിത്വത്തോടെ പറയുന്ന ആരാണ്? ദ്രോണർ. ദ്രോണരെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ദ്രോണർ ആരാണ്? പരശുരാമ ശിഷ്യനാണ് ഈ ദ്രോണർ. പരശുരാമന്റെ ശിഷ്യനാണ്. മാത്രമല്ല ഭരദ്വാജ മുനി, ബൃഹസ്പതിയുടെ അല്ലെ, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ പുത്രനായിട്ടുള്ള ഭരദ്വാജന്റെ പുത്രനാണ് ദ്രോണാചാര്യർ. ദ്രോണം എന്ന് പറഞ്ഞാൽ മുള എന്നാണ്. മുളയ്ക്കുള്ളിൽ ജനിച്ച ആളായതുകൊണ്ടാണ് ദ്രോണൻ എന്ന പേര്. ദ്രോണം എന്ന് വെച്ചാൽ മുളയാണ്. മുളംകുറ്റി എന്ന് പറയാം. അതിനകത്ത് ജനിച്ചതുകൊണ്ടാണ് ദ്രോണം എന്ന് പേരിട്ട്. പണ്ടുള്ള സംസ്കൃത പേരുകൾക്കെല്ലാം അർത്ഥം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൃപി. ഇദ്ദേഹവും കൃപാചാര്യരും മഹാഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരു ആചാര്യനാണ്. ഇവരെല്ലാം ബ്രാഹ്മണരാണെങ്കിലും ഇവർക്ക് ഈ ആയുധന കലയിലൊക്കെ അന്ന് പരിശീലിപ്പിക്കാനുള്ള അധികാരം, അവകാശം ഉണ്ടായിരുന്നു. രാജാവ് ശാസിക്കുകയാണെങ്കിലും രാജാവ് ഉത്തരവ് കൊടുക്കുകയാണെങ്കിലും ഏത് ബ്രാഹ്മണനും ആയുധം എടുക്കാന്നൊരു നിയമം അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ രാജാവിന് പ്രിയപ്പെട്ട ആയുധന കലയിൽ അഗ്രഗണ്യരായിട്ടുള്ള ഗുരുക്കന്മാരായിരുന്നു. ദ്രോണാചാര്യരുടെ ഭാര്യ കൃപി. കൃപി എന്ന് പറഞ്ഞ കൃപി മാതാവിന്റെ സഹോദരനാണ് കൃപാചാര്യർ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ കുരുവംശത്തിലെ രാജകുമാരന്മാർക്കെല്ലാം ആയുധന വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇവരിങ്ങനെ പഠനമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ജീവിതത്തിലോട്ട് കടക്കുന്ന, ഗൃഹസ്ഥാശ്രമത്തിൽ കടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കുരുവംശത്തില് കുരുരാജ്യത്ത് എത്തി. ഹസ്തിനാപുരിയുടെ അടുത്തെത്തിയപ്പോ ഇവർ കണ്ടു ഈ പാണ്ഡവര് കുട്ടികള് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പന്ത് ഒരു പൊട്ടക്കിണറ്റിൽ വീണു. ഈ പന്ത് എടുക്കാൻ പറ്റില്ല കുട്ടികൾ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ദ്രോണാചാര്യര് ദർഭപ്പുല്ല് കൊണ്ട് പരസ്പരം യോജിപ്പിച്ച് മന്ത്രം കൊണ്ട് യോജിപ്പിച്ച് അതുകൊണ്ട് തൊട്ട് ഈ പന്ത് പുറത്തെടുത്ത് കൊടുക്കും. ഇത് കണ്ട് അത്ഭുതപ്പെടും കുട്ടികൾ. ഈ വാർത്ത അറിഞ്ഞ ഭീഷ്മപിതാമഹൻ, അന്ന് അദ്ദേഹമാണല്ലോ സർവ അധികാരി, കുരുവംശത്തിന്റെ രക്ഷകനാണല്ലോ. അപ്പൊ ഈ കുട്ടികൾക്ക്, ഈ രാജകുമാരന്മാർക്ക് ശിക്ഷണം കൊടുക്കാനായിട്ട് ദ്രോണരെയും കൃപരെയും ഒന്ന് ഏൽപ്പിക്കുകയാണ്. ഇത്രയും ഇത് ബോധ്യമായി, ഇവരുടെ കഴിവ് മനസ്സിലായി. അതുകൊണ്ട് കുട്ടികൾ ഈ നാളെ ഒരു കാലം ഈ കുരുവംശം ഭരിക്കേണ്ട കുട്ടികളാണ്. അപ്പം അവർക്ക് പറ്റും തരത്തിലുള്ള നമ്മളിപ്പോ ചിന്തിക്കില്ല കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കണം, ഏത് യൂണിവേഴ്സിറ്റി ചേർക്കണം, ഏത് കോളേജ് ചേർക്കണം, അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഭീഷ്മരും അങ്ങനെ ചിന്തിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 ആചാര്യന്മാരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ദ്രോണാചാര്യര് ഈ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയ ശേഷം ഗുരുദക്ഷിണ കൊടുക്കണമല്ലോ കുട്ടികൾ അല്ലെ. ഗുരുദക്ഷിണ ചോദിക്കുമ്പോൾ രാജാക്കന്മാരല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗുരുദക്ഷിണ വേണ്ടത് വേറെ ധനവും സമ്പത്തും ഒന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട ഗുരുദക്ഷിണ എന്താണ്? അതേ ഒരു കഥ പറയും. ഇദ്ദേഹം കുട്ടിക്കാലത്ത് ഗുരുകുലത്തിൽ പഠിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ സതീർത്ഥനായിരുന്നു പാഞ്ചാല രാജാവ്. പാഞ്ചാല രാജാവായിട്ടുള്ള ദ്രുപദൻ, ദ്രൗപദിയുടെ പിതാവായിട്ടുള്ള ദ്രുപദൻ. അപ്പോൾ ഇവരെല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം സമാവർത്തനം കഴിഞ്ഞ് പോകാൻ നേരത്ത്, പഠിച്ചെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് പറയും, ഞാൻ രാജാവായിട്ടിരിക്കുമ്പോൾ അങ്ങക്ക് എന്ത് വേണമെങ്കിലും എന്നെ വന്ന് കണ്ടാൽ മതി, എല്ലാ സൗകര്യവും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കൊടുത്ത് വിടുകയാണ്. അപ്പോ ബ്രാഹ്മണർക്ക് പണ്ട് കാലത്ത് എന്നും ദാരിദ്ര്യമാണല്ലോ അല്ലെ. ബ്രാഹ്മണൻ അങ്ങനെയാണ്. ബ്രാഹ്മണന്റെ ഗുണം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ബ്രാഹ്മണന് എപ്പോഴും അങ്ങനെ ധനികനായിരിക്കാൻ പറ്റില്ല സാധാരണഗതിയിൽ. ബ്രാഹ്മണന് കിട്ടുന്നത് ദാനം കിട്ടും, ദാനം വാങ്ങിക്കുക, ദാനം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ കടമ. ധർമ്മം, യജനം, യാചനം. അങ്ങനെ സ്വത്ത് കൂട്ടിവെക്കാറില്ല ബ്രാഹ്മണര്. അവരുടെ ഒരു ബ്രാഹ്മണന്റെ പൊതുവെയുള്ള എന്ന് വെച്ചാൽ അവർക്ക് ആത്മീയ ഉന്നതി നേടുക, തിരിച്ച് ഭഗവതി പോകുക, അങ്ങനെയൊക്കെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് തടസ്സമായിട്ടിരിക്കുന്ന ധനവും സമ്പത്തും അധികം ചേർത്ത് വെക്കാറില്ല. എങ്കിൽ പിന്നെ അത് സൂക്ഷിക്കാനായിട്ടുള്ള ചിന്തയും മനസ്സൊക്കെ അങ്ങോട്ട് പോകുന്ന വെച്ചിട്ട് അന്ന് കാലത്ത് അധികം ബ്രാഹ്മണർ ചേർത്ത് വെക്കാറില്ല സ്വത്തുക്കളൊന്നും അങ്ങനെ അധികം. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ഓർക്കും, എന്റെ സുഹൃത്താണല്ലോ പാഞ്ചാല രാജാവ്, അങ്ങോട്ട് പോയാലോ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോ അദ്ദേഹം ഒരു പരിചയം കാണിക്കും. മാത്രമല്ല അപമാനിച്ചു വിടും. ഇതേത് ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചിറക്കി വിടും അവിടെ. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു വരികയാണെന്നുണ്ട്, എന്തോ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി. ഈ അപമാനഭാരം താങ്ങാതെ അദ്ദേഹം കൃപാചാര്യരുടെ കൂടെ ചേർന്നിട്ട് സ്വന്തം സഹോദരിയായിട്ട് കൃപിയും കൃപാചാര്യരായിട്ട് ഹസ്തിനാപുരിൽ എത്തുന്നത്. അങ്ങനെ ശിഷ്യന്മാരോട് പറയും, എനിക്ക് എന്നെ അപമാനിച്ച ദ്രുപദനോട് പകരം വീട്ടണം, അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഗുരുദക്ഷിണ. അപ്പൊ ഈ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ശിഷ്യന്മാര് അർജുനൻ തന്നെ മുന്നിട്ടിറങ്ങും അല്ലെ. അർജുനൻ മുന്നിട്ടിറങ്ങി ഇത് പാഞ്ചാല രാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന്
ആ രാജ്യം കീഴടക്കി ആ രാജ്യത്തിന്റെ പകുതി ദ്രോണാചാര്യയുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവന് കൊടുക്കുക. അശ്വത്ഥാമ അങ്ങനെയാണ് പകുതി രാജ്യത്തിന്റെ പാഞ്ചാലത്തിന്റെ പകുതി രാജ്യം പിടിച്ചെടുത്ത് അതിന്റെ രാജാവായിട്ടാണ് അശ്വത്ഥാമ പിന്നീട് ഭരിക്കുന്നത്. അശ്വത്ഥാമാവ് എല്ലാവർക്കും അറിയാലോ അല്ലെ? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പത്മനാഭസ്വാമിയുടെ പാദത്തിന്റെ ഭാഗത്ത് വ്യാസദേവരുടെ കൂടെ അവിടെ നോക്കുമ്പോൾ പറയാം വ്യാസമൂർത്തി ഇരിക്കുന്നതിന്റെ അവിടെ വ്യാസൻ ഇരിക്കും, സൈഡിൽ ഒരാൾ അമ്പമിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. കാരണം അശ്വത്ഥമാവ് ഇത്രയും പാപങ്ങളും ഒക്കെ ചെയ്തു ഉപപാണ്ഡവന്മാരെ ഒക്കെ വധിച്ചുവെങ്കിലും ഭഗവാന്റെ കൃപ കാരണം ബ്രാഹ്മണനാണല്ലോ, അതുകൊണ്ട് ഭഗവാൻ അതിന്റെ നന്മകളൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹം ശാപങ്ങളെ കൊടുത്തുവെങ്കിലും അടുത്ത നമ്മൾ പറയുമല്ലോ ഈ വ്യാസനും ദേവനും ഇന്ദ്രനും ചന്ദ്രനും ഒക്കെ ഓരോ പോസ്റ്റുകളാണെന്ന് പറയുമല്ലോ, ഒരു പദവികളാണ്. അപ്പൊ അടുത്ത വ്യാസൻ എന്ന് പറയുന്ന അടുത്ത വ്യാസദേവനായിട്ട് വരുന്ന അശ്വത്ഥമാവാണ്. ഈ അശ്വത്ഥമാവ് അപ്പൊ അടുത്ത ഊഴത്തിനായിട്ട് വ്യാസദേവന്റെ അടുത്ത് നമ്മുടെ കൃഷ്ണദേവാന വ്യാസന്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു വെയിറ്റിംഗിലാണ്. ഈ വ്യാസൻ നമ്മളീ പറഞ്ഞ കൃഷ്ണദേവാൻ വ്യാസന് മുമ്പുള്ള വ്യാസൻ അദ്ദേഹത്തിന്റെ അച്ഛൻ പരാശര മുനിയായിരുന്നു. ആ പരാശരന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ശക്തി മുനിയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ 10-18 വ്യാസന്മാരെ നമുക്ക് കാണാൻ പറ്റും. വ്യാസൻ എന്ന് വെച്ചാൽ വേദങ്ങളെ വ്യസിക്കുന്നവൻ, വേർതിരിക്കുന്നവൻ അർത്ഥം, ക്രോഡീകരിക്കുന്നവൻ എന്നാണ് വ്യാസൻ. അതൊരു പദവി മാത്രമാണ്. അപ്പൊ അടുത്ത വ്യാസൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്റെ കൂടെ ഇൻഫോർമേറ്റീവ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വ്യാസദേവൻ അശ്വത്ഥമാവാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അശ്വത്ഥമാവൻ അവിടുത്തെ പകുതി രാജ്യത്തിന്റെ അധിപനായിട്ട് മാറ്റും. ഇത് ആവുമ്പോ ഈ ദ്രുപദന് അഭിമാനക്ഷതമായില്ല. അങ്ങനെ ദ്രുപദൻ പോയിട്ട് യജ്ഞം ചെയ്യും. യജൻ ഉപയജൻ എന്ന് പറയുന്ന 2 മുനിമാരെ വിളിച്ചിട്ട് യാഗം ചെയ്യിക്കും. അങ്ങനെ ആ യാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, അയോനിജരായിട്ടുള്ള കുട്ടികളാണ് ദ്രൗപദിയും ദൃഷ്ടദ്യുമ്നനും. ആ ദൃഷ്ടദ്യുമ്നൻ അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിനാണ് ഈ ദ്രോണരെ കൊല്ലാൻ കഴിവുള്ള ഒരു പുത്രൻ എനിക്ക് ജനിക്കണം എന്നാണ് തപസ് അദ്ദേഹം യജ്ഞത്തിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശക്തനായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കുക, അതാണ് ദ്രുപദപുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ അല്ലെ. ദൃഷ്ടദ്യുമ്നനാണ് ദ്രോണാചാര്യ വധിക്കുന്ന അവസാനം. അതിന്റെ കൂടെ തന്നെ പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടിയുടെ പേരാണ് ദ്രൗപദി, നമ്മൾ ഇന്ന് പറയുന്ന പാഞ്ചാലി. പാഞ്ചാലി എന്ന് പറയുമെങ്കിലും യഥാർത്ഥ പേര് പാഞ്ചാല രാജാവിന്റെ പുത്രിയായതുകൊണ്ട് പാഞ്ചാലി എന്ന് പറയും. പക്ഷെ മലയാളത്തിൽ അതിന് കൊടുത്ത അർത്ഥം വേറെയാണ്. പാഞ്ചാലി 5 ഭർത്താക്കന്മാരുള്ളതുകൊണ്ട് പാഞ്ചാലി അങ്ങനെയല്ല. പാഞ്ചാല രാജ്യത്തിന്റെ പുത്രി ആയതുകൊണ്ട് പാഞ്ചാലി എന്നാണ്. പാഞ്ചാല രാജന്റെ പുത്രി, പാഞ്ചാല രാജകുമാരി ആണ് പാഞ്ചാലി. അപ്പോ ദ്രൗപദി ദ്രുപദന്റെ പുത്രി ആയതുകൊണ്ട് ദ്രൗപദി, പാഞ്ചാല രാജകുമാരി ആയതുകൊണ്ട് പാഞ്ചാലി, അങ്ങനെയാണ് ആ പേരുകൾ വരുന്നത്. അപ്പോ അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് ശല്യരെ പറ്റി പറയുന്നുണ്ട്. മാതുലന്മാർ, അമ്മാവന്മാരുടെ സ്ഥാനത്തുള്ള ശല്യര്, അതുപോലെ തന്നെ ശകുനി. മഹാഭാരതത്തില് വളരെ 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 ഈ കഥയുടെ ട്വിസ്റ്റ് പ്രധാനമായിട്ട് കൊണ്ടുപോകുന്ന ഈ സംഭവത്തിന്റെ ഗതി തന്നെ തിരിച്ചുവിടുന്ന ഒരു വ്യക്തിയാണ് ഈ ശകുനി. അതിനു മുമ്പ് ശല്യരാണെന്ന് പറയാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയാം. ശല്യർ എന്ന് പറയുന്നത് മാദ്രിയുടെ സഹോദരനാണ്. മാദ്രദേശത്തിന്റെ രാജാവായിട്ടുള്ള, പിന്നീട് രാജകുമാരനായി പിന്നെ രാജാവായിട്ടുള്ള ഈ മാദ്രിയുടെ സഹോദരൻ ശല്യർ, മാതൃ രാജാവായിട്ടുള്ള ശല്യർ. ഈ ശല്യര് ശരിക്കും പറഞ്ഞ മാദ്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, പാണ്ഡുവിന്റെ 2ാമത്തെ ഭാര്യയായിട്ടുള്ള മാദ്രിയുടെ സഹോദരനാണ്. ഈ മാദ്രിയുടെ മക്കളാണ് നകുലനും സഹദേവനും. അപ്പോ ഈ ശല്യര് ഈ അനന്തരന്മാരെ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനൊരു യുദ്ധം സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും ഇവരെ സഹായിക്കാനായിട്ട് അവിടുന്ന് മാതൃദേശത്ത് വരുന്ന ആളാണ് ഈ ശല്യര്. അതീവ യോദ്ധാവാണ്, വളരെ അഭിമാനിയായിട്ട് യോദ്ധാവാണ്. അപ്പോ വളരെ ശക്തനായിട്ടുള്ള യോദ്ധാവാണ്, അഭിമാനിയായ ശത്രുനും കൂടിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ശകുനി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ഇവരെ കുറച്ചുപേരെ നമ്മുടെ കൂടെ നിർത്തണം, എല്ലാവരും അങ്ങോട്ട് വിട്ടാൽ പറ്റില്ല, ശല്യര് നമ്മുടെ കൂടെ നിർത്തണം. അങ്ങനെ ഇവര് പോയിട്ട് നേരെ അത് രാജ്യ അതിർത്തിയിൽ പോയിട്ട് അവിടെ വെച്ച് തന്നെ സ്വീകരിച്ചും കൊണ്ടുവരും. അപ്പോൾ ഇതിന് അനന്തരന്മാരെ കാണാത്തതുകൊണ്ട് ഇതായിരിക്കും തന്നെ അനന്തരന്മാർ അധികം സംസാരിക്കാതെ ഇവരെ കൂടെ ഇങ്ങ് പോരും. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഉടൻ തന്നെ ബുദ്ധിപരമായിട്ട് ശകുനി പറയും, പെട്ടെന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ പറയും. പ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ജീവൻ കൊടുത്തും നിങ്ങൾ കൂടെ നിൽക്കാം, നിങ്ങൾ ജയിപ്പിക്കാം, ജീവൻ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി പോരാടാന്ന് സത്യം ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സത്യം ചെയ്ത് കഴിഞ്ഞു. പണ്ട് ക്ഷത്രിയന്മാർ സത്യം ചെയ്ത് കഴിഞ്ഞാൽ സത്യം ചെയ്തത് തന്നെയാണ്, പിന്മാറാൻ പറ്റില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത് തന്റെ മാതൃയുടെ പുത്രന്മാരല്ല, ഇത് ഈ കൗരവന്മാരാണ്, ദുര്യോധനനും സംഘമാണെന്ന് അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാവുന്നത്. വളരെ മനപ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷെ സത്യം ചെയ്തു പോയില്ലേ. അപ്പൊ ശകുനി ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ശകുനി അങ്ങനെ ഒരുപാട്, ശകുനി എന്ന് നമ്മൾ പറയല്ലോ ഈ ദുഷ്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ
ഈ എന്താ പറയാ കുടിലതന്ത്രങ്ങൾ മെനയുന്ന ആൾക്കാരെല്ലാം നമ്മൾ പൊതുവെ ശകുനി എന്ന് പറയാറുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഈ ശകുനി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരു വലിയൊരു കഥയുണ്ട്. അദ്ദേഹം അങ്ങനെ ആയിത്തീരാൻ ഓരോ വ്യക്തികൾക്കും അങ്ങനെ ആയിത്തീരാൻ ഓരോ കഥകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ ശല്യർക്ക് പക്ഷെ ഭയങ്കര മനപ്രയാസമായിരുന്നു. അങ്ങനെ ശല്യർ സമയം കിട്ടുമ്പോഴൊക്കെ ഇവർക്ക് പകരം വീട്ടും അറിയാത്ത രീതിയിൽ. കാരണം അദ്ദേഹം ചതിച്ചാണല്ലോ ഇവർ. അങ്ങനെ ശല്യരുടെ കഥ. പിന്നെ ശകുനി എന്ന് പറഞ്ഞ ശകുനി സുബലൻ എന്ന് പറഞ്ഞൊരു മഹാരാജാവിന്റെ പുത്രൻ. അത് ഗാന്ധാര ദേശം. ഗാന്ധാരം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ പഴയ ഗാന്ധാരം ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ എന്നാണ് പറയപ്പെടുന്നത് ഗാന്ധാര ദേശം. അപ്പൊ ഗാന്ധാര ദേശത്തില് നമ്മുടെ മഹാഭാരതം എന്ന് പറയുന്നത് അങ്ങനെ വിസ്തരിച്ച് കിടന്ന ഒരു അഖണ്ഡ ഭാരതം അങ്ങനെയായിരുന്നു. പിന്നീടാണ് അതൊക്കെ മുറിച്ച് മുറിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ആയി മാറിയത്. അപ്പോൾ ഇവര് പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ വന്നിട്ടല്ല ഈ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായത്. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ഭാരതം ഉണ്ടായിരുന്നു. ഒറ്റ സാമ്രാജ്യം ഒരു സാമ്രാട്ടിന്റെ കീഴിലിരുന്ന ഒരു സാമ്രാജ്യമായിട്ടുള്ള ഭാരതദേശം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോ ഈ ഗാന്ധാര രാജാവ് ആയിട്ടുള്ള സുബലന്റെ പുത്രനാണ് ശകുനി. ശകുനി ഇങ്ങനെ ദുഷ്ടകഥാപാത്രമായിട്ട് മാറാൻ കാരണം ഒരു ചരിത്രമുണ്ട് അതിന്റെ മുന്നിൽ. അദ്ദേഹം കലിയും തോപരൻ എന്ന് പറയുന്ന രണ്ട് അസുരന്മാരുണ്ട്. അതിൽ തോപരന്റെ പുനരവതാരമാണ് ഈ ശകുനി എന്ന് പറയുന്നത്. കലിയുടെ അവതാരമായിട്ട് പറയുന്നത് ദുര്യോധനെയാണ്. അപ്പൊ കലിയും തോപരനും എന്ന് പറയും. അപ്പൊ ഈ തോപരന്റെ പുനർജന്മമായിട്ടുള്ള ശകുനി. ഈ ശകുനി ഗാന്ധാരാജ്യത്തിൽ രാജാവായിരുന്നു. അതേ സമയത്ത് ആ ഒരു കാലഘട്ടത്തില് കുരുവംശം നിലനിർത്താനായിട്ട് ആൾക്കാരില്ലാതായപ്പോ ഭീഷ്മ പിതാമഹൻ എന്താ പറയാ ഈ ചിത്രരഥന്റെ മക്കളായിട്ടുള്ള മൂത്തമാനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് വിവാഹാലോചന നടക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു രാജകുമാരി കണ്ടെത്തും. ആരാണ്? ഗാന്ധാര രാജാവിന്റെ പുത്രിയായിട്ടുള്ള ഗാന്ധാരി. ഗാന്ധാരിയുടെ പേര് ഗാന്ധാരി എന്നായത് ഗാന്ധാര കുമാരി ആയതുകൊണ്ടാണ്. അപ്പോ ഈ ഗാന്ധാര രാജകുമാരി സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഭീഷ്മര് തീരുമാനിക്കുകയും അങ്ങനെ അവരെ അപ്പൊ ഈ ഭീഷ്മരെ ആ കല്യാണമൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചു. കാരണം ഭീഷ്മരെ എന്നത് എതിർക്കാൻ ശക്തിയുള്ള ആരും ഈ ഭൂമണ്ഡലത്തിൽ ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ അല്ലെങ്കിൽ ഈ മഹാഭാരതം എന്ന കുരുവംശത്തിന്റെ കീഴിലായിരുന്നു ഏകദേശം എല്ലാ രാജ്യങ്ങളും. സാമന്തന്മാരെ പോലെ ആയിരുന്നു. കുരു സാമ്രാട്ടിന്റെ അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്ന വാക്കുകൊടുത്തോണം. അല്ലെങ്കിൽ ഒരു രാജാവിന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഭീഷ്മരെ പരശുരാമന്റെ ശിഷ്യനാണ് ഭീഷ്മരും. അപ്പൊ ഭീഷ്മരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് സമ്മതിച്ചു. അന്ധനായിട്ട് ഒരാളാണെങ്കിലും ശരി ഭീഷ്മരെ പേടിച്ചിട്ട് അവര് സമ്മതിച്ചു. പക്ഷെ അവർക്ക് മനസ്സിലായി ജ്യോതിഷപ്രകാരം ഇയാളെ കല്യാണം കഴിച്ചാല് തന്റെ മകള് വിധവയായി പോകുന്നൊരു ചിന്ത അവിടെ അറിഞ്ഞു. അപ്പൊ അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? ഉപദേശപ്രകാരം ഈ ഗാന്ധാരി മാധവനെ ഒരു ആടിനെ കൊണ്ട് വിവാഹം കഴിച്ചു. നമ്മളിപ്പോഴും അല്ലേ പല സ്ഥലങ്ങളിൽ നിന്ന് വാഴക്കല്യാണം പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണോ തെറ്റാണെന്നും അറിയില്ല. നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെ ഒരു ആടിനെ കൊണ്ട് വിവാഹം കഴിച്ചിട്ട് ആടിനെ കൊന്നു ആ ദോഷം മാറാനായിട്ടാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് ആരും ഇതൊന്നും പ്രാക്ടീസ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഇതൊക്കെ അന്ന് കാലത്ത് നടന്ന് പറയപ്പെടുന്നു കഥകളിൽ. അപ്പോ ഈ വിവരം ഭീഷ്മർക്ക് എങ്ങനെ അറിയുക? അന്ന് ഒരുപാട് ചാരന്മാരും സ്പൈസ് ഒക്കെ ഉള്ള ഒരുപാട് ഇന്നത്തെ കാലം വളരെ സിസ്റ്റങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരുന്നു അന്നൊക്കെ. അപ്പൊ അങ്ങനെ വിവരങ്ങൾ അറിഞ്ഞ് ഇദ്ദേഹം ഒരു വിധവയാണ്. അപ്പൊ വിധവയാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വിധവയാണ് എന്റെ പുത്രൻ നിങ്ങൾ കൊടുത്തതെന്ന് ചോദിച്ചിട്ട് ഇവരെല്ലാം പിടിച്ച് ജയിലിലിടും. ഈ എന്താ പറയാ സുബലന്റെ കുടുംബാംഗങ്ങളെ രാജകുമാരെയൊക്കെ പിടിച്ച്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഗാന്ധാരിയുടെ വിവാഹ സമയത്ത് ഗാന്ധാരത്തുനിന്ന് ഹസ്തനപുരത്ത് ഗാന്ധാരിയുടെ കൂടെ കൂട്ടുവരുന്നതൊക്കെ ഈ ശകുനാണ്. സഹോദരിയുടെ അത്രയധികം സ്നേഹമുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ജയിലിൽ കിടന്നുകൊണ്ട് ഇവര് ആഹാരം കഴിക്കാതെ ഈ ഒരു അവമാനം സഹിക്കാൻ വയ്യാതെ ഓരോരുത്തരായിട്ട് പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി കുടുംബക്കാർ ഈ പകരം വീട്ടാനായിട്ട്. ആ ശക്തിയെല്ലാം ഈ ശാപത്തിന്റെ എല്ലാം താപം ശകുനിയിലേക്ക് ആവാഹിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്റെ ശകുനിയോട് പറയും,
ശകുനിയുടെ കാല് അവർ അടിച്ചൊടിക്കുന്നുണ്ട്. ഈ ഒരു വേദന ഒരിക്കലും നീ മറക്കരുത്. ഈ ഒരു പക മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ട് ശകുനിയുടെ കാല് അവര് പൊട്ടിക്കുന്നതാണ് ശകുനി ഒരു മുടന്തനായിട്ട് കാണിക്കുന്നത് എപ്പോഴും. ആ ഒരു വേദന എപ്പോഴും ശകുനി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. ഇത്രയും ദുഷ്ടത്തരം ചെയ്താണ്, നീ ഇതിന് പകരം ചോദിക്കണം എന്നുള്ള ഒരു ഓർമ്മയ്ക്കുണ്ട്. അങ്ങനെ വേറെ കാര്യം പറയുന്നുണ്ട്, ഈ കുടുംബാംഗങ്ങളുടെ അസ്ഥികളിൽ നിന്നാണ് ഈ ചതുരംഗം കളിക്കുമ്പോൾ, അല്ലെ ചതുരംഗം ഈ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതിന്റെ കട്ടകളുണ്ടല്ലോ, ചതുരംഗ കട്ടകൾ, ആ കട്ടകൾ ഈ അസ്ഥികളിൽ നിന്നാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതില് ഈ ശകുനിയുടെ പിതാവായിട്ടുള്ള ശുബലന്റെ ആത്മാവ് അതിൽ ആവേശിച്ചാണ് ശകുനി ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ കട്ടകൾ കിട്ടുന്ന ആവശ്യമുള്ള നമ്പർ മാത്രമേ വീഴുവാനകത്ത് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവം. അപ്പൊ ശകുനി ശരിക്കും ദുര്യോധനന്റെ പക്ഷമാണോ അല്ലെങ്കിൽ പാണ്ഡവരുടെ പക്ഷമാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ കുരുവംശം ഒറ്റ വംശമാണ്. കുരുവംശത്തിനെ നശിപ്പിക്കും എന്നാണ് ശകുനി ശപഥം എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശകുനി ദുര്യോധനനെ ഇളക്കി വിടുകയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്ത് തമ്മിലടിപ്പിച്ച് ഈ വംശം മൊത്തം നശിപ്പിക്കും. കാരണം കുരുവംശക്കാരാണല്ലോ. ശകുനിയെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവരെ കൗരവരൊന്നുമില്ല, എല്ലാം കൗരവർ തന്നെയാണ്, എല്ലാം കുരുവംശക്കാർ തന്നെയാണ്. അപ്പൊ കുരുവംശകരെ മൊത്തം ഭൂമിയിൽ നിന്ന് നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ശകുനി ഇങ്ങനെയുള്ള ഷഡയന്ത്രങ്ങളും കുതന്ത്രങ്ങളും കുടിതന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ച് ഇവരെ അങ്ങനെ സർവ്വം നശിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് തോന്നും, പ്രത്യക്ഷത്തിൽ തോന്നും ശകുനി ദുര്യോധനന്റെ അല്ലെങ്കിൽ കൗരവരുടെ 101 കൗരവരുടെ എന്താ പറയാ അഭ്യുദയകാംക്ഷയാണെന്ന് തോന്നും. അല്ല, എല്ലാം മൊത്തത്തിൽ സർവനാശമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം സ്വന്തം എന്താ പറയാ പൂർവ്വർക്ക് കൊടുക്കുന്ന ഒരു ഓഫറിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സമർപ്പണമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. യശ്വരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ആർക്ക് എന്തെങ്കിലും ചോദിക്കാമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പോയിന്റ്സ് പറയാം, എന്തുവേണമെങ്കിൽ ചെയ്യാം, സമയമുണ്ട്. ഹരേ കൃഷ്ണ. നീ പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. മനോഹരമായ കഥകളും എല്ലാം കൊണ്ടും നന്നായിരുന്നു. വളരെ അവസാന നിമിഷമാണ് പ്രഭുവിനോട് പറഞ്ഞത്, എന്നിട്ട് കൂടി നന്നായി പ്രഭു ക്ലാസ് എടുത്തു. വളരെ നന്ദി. ഹരേ കൃഷ്ണ. അവസാനം പറഞ്ഞ ഒരു നിർദ്ദേശം കൂടെ അത് യാദൃശികമാണ്, ഞാനത് പ്ലാൻ ചെയ്തതല്ല. പ്രഭു ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നല്ലോ. അതെ പ്രഭുജി, പ്രഭുവിനോട് പറഞ്ഞു. എന്നിട്ട് കൂടി എന്ത് നന്നായി, എന്ത് മനോഹരമായ ക്ലാസ് ആയിരുന്നു. നന്ദി പ്രഭുജി, വളരെ സന്തോഷം. കട്ട് ചെയ്യൂ പ്രഭു. അത് സാരമില്ല പ്രഭു. നന്ദി പ്രഭു.